ഹലോ, എൻ്റെ പേര് ഡോക്ടർ അഖില, ചീഫ് ഫിസിഷ്യൻ അറ്റ് പത്മസ്പർശ ആയുർവേദ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക്, നന്തൻകോട്, എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ്. ഫൈബ്രോമയാൽജിയ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ ആയുർവേദത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അഭ്യംഗം പോലത്തുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം. എന്ന് വെച്ചാൽ അഭ്യംഗം എന്ന് പറയുന്നത് ഫുൾ ബോഡി മസാജ്, കൂടുതലും വാദശമനമായിട്ടുള്ള എണ്ണകൾ യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ബോഡി മസാജ് കൊടുക്കാം. പിന്നെ കിഴികൾ ലൈക്ക് ഇലക്കിഴി, പൊടിക്കിഴി, നാരങ്ങക്കിഴി, ഇങ്ങനത്തെ കിഴികൾ കൊടുക്കാം. പിന്നെ കായസേകം അല്ലെങ്കിൽ ധാര, ഫുൾ ബോഡി ധാര, അത് നമ്മൾ ഒന്നെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കഷായം യൂസ് ചെയ്തിട്ടോ ആയിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു നെർവ് സ്റ്റിമുലേഷൻ ആണ് നടക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് വേദനകൾ കുറയ്ക്കാം. അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് കൂടുതലും സ്ട്രെസ് റിലേറ്റഡ് ആയത് കാരണം നമുക്ക് ഒരു സ്ട്രെസ് റിലീഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കാം. ലൈക്ക് ശിരോധാര, ഹെഡ് മസാജ്, പിന്നെ തല പൊതിച്ചൽ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഇത് കാരണം ആൾക്കാർക്കുണ്ടാകുന്ന ആൻസൈറ്റി, ഉറക്കക്കുറവ് ഒക്കെ ഒരു ഒരു ലിമിറ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് അല്ലാതെ നമുക്ക് കുറച്ച് ഹോളിസ്റ്റിക് അപ്രോച്ചസും ഫൈബ്രോമയാൽജിയ പോലത്തെ കണ്ടീഷൻസിൽ കൊടുക്കാം. ലൈക്ക് ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ, യോഗ, അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ ഉള്ള തെറാപ്പീസ് അവർക്ക് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാം. പിന്നെ എക്സസൈസ് ഒക്കെ നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഒരു ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഇവരിൽ കുറേ ചേഞ്ചസ് വരും. കാര്യം എക്സസൈസ് ചെയ്യുമ്പം തന്നെ നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന ഹാപ്പി ഹോർമോൺസ് ലൈക്ക് സെറട്ടോണിൻ്റെ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ എന്താ പറയുന്നത്, പെയിൻ കുറയ്ക്കാൻ വേണ്ടി കുറേ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ ഈ കൂടുതലും ട്രീറ്റ്മെൻറ്റ് വൈസ് അല്ലാതെ നമുക്ക് ചില ആഹാരവിഹാരങ്ങൾ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമുക്ക് ഫൈബ്രോമയാൽജിയ വരുന്നവർക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കൂടുതലും ഈ പ്രോസസ്ഡ് ഫുഡ് ഹാബിറ്റ്സിൽ പറയുമ്പോഴത്തേക്ക് പ്രോസസ്ഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയാം, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഹൈ കണ്ടൻ്റ് ആയിട്ട് ഷുഗർ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് മീൻസ് ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പം പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറയാം. കാരണം ഇതൊക്കെ ഒരു വാദത്തിൻ്റെ വാദദോഷത്തിൻ്റെ വർധന ഉണ്ടാവുന്നതാണ് ഇതൊക്കെ. ഇത് കാരണം നമുക്ക് വേദനകളൊക്കെ വീണ്ടും വീണ്ടും കൂടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതേ കണക്ക് തന്നെ നമുക്ക് അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാവുന്നത് ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് അവരുടെ അടുത്ത് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ലോ കാലറി ഡയറ്റ് സജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് കണക്ക് തന്നെ ആൻറ്റി ഓക്സിഡൻസ് അധികം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും നമ്മൾ എടുക്കുമ്പം തന്നെ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ കുറയ്ക്കാനുള്ള കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും.